ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 66 അധ്യായം സൂറത്തു തഹ്രീമിലെ 4 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 5-ാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അസാ റബ്ബുഹു ഇൻ ത്വല്ലഖകുന്ന അൻ യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻകുന്ന മുസ്ലിമാത്തിൻ മുഅ്മിനാത്തിൻ ഖാനിതാത്തിൻ തായിബാത്തിൻ ആബിദാത്തിൻ സായിഹാത്തിൻ സയ്യിബാത്തിൻ വഅബ്കാറാ. കഴിഞ്ഞ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കി, അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ 2 പേരോട് പറയുകയാണ്, നിങ്ങളുടെ ഭാഗത്ത് ചില പോരായ്മകൾ വന്നതുകൊണ്ട് നിങ്ങൾ തൗബ ചെയ്യണം, പശ്ചാത്തപിച്ച് മടങ്ങണം. മാത്രമല്ല, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങളോ പിന്തുണയോ ഒക്കെ നൽകുകയാണെങ്കിൽ അള്ളാഹു ആണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്ഷകൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയും മറ്റു മലക്കുകളും സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളുമൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ് പിന്തുണ നൽകുക, നിങ്ങൾക്കല്ല എന്നുള്ള കാര്യം ആ ഒരു ആയത്തിലൂടെ അള്ളാഹു ബോധിപ്പിക്കുകയാണ്. ശേഷം അള്ളാഹു പറയുന്നു, അസാ റബ്ബുഹു ഇൻ ത്വല്ലഖകുന്ന അൻ യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻകുന്ന. അസാ എന്ന് പറഞ്ഞാൽ അത് മാളിയായ ഒരു ഫിയലാണ്. അതിൻ്റെ അർത്ഥം പറയുമ്പോൾ അങ്ങനെ ആയേക്കാം എന്നുള്ള രൂപത്തിലുള്ള അർത്ഥമാണ് അതിന് കൊടുക്കുക. ആ രൂപത്തിലായേക്കാം. സാധാരണഗതിയിൽ ഈ അസ എന്നുള്ളതിൻ്റെ കൂടെ ഒരു അൻ ചേർന്ന് വരും. ഇവിടെയും അത് വന്നിട്ടുണ്ട്, അസ അൻ. അത് പക്ഷേ ഒരുമിച്ചല്ല പലപ്പോഴും കാണുക. അതിൻ്റെ ഇടയിൽ അസ അൻ എന്നുള്ളതിൻ്റെ ഇടയിൽ മറ്റു പല പദങ്ങളും വരും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ അസ റബ്ബുഹു ഇൻ ത്വല്ലഖകുന്ന അൻ യുബ്ദിലഹു, അവിടെയാണ് അൻ വന്നത്. പരിശുദ്ധ ഖുർആനിൽ 30 പ്രാവശ്യം അസ എന്നുള്ള പദപ്രയോഗം വന്നിട്ടുണ്ട്. അത് 28 പ്രാവശ്യവും ശരിക്കും അസ എന്നുള്ള രൂപത്തിൽ തന്നെയാണ്. 2 പ്രാവശ്യം അസൈത്തും എന്നുള്ള രൂപത്തിലും വന്നിട്ടുണ്ട്. ഈ 28 പ്രാവശ്യവും അസ അൻ എന്നുള്ള രൂപത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അസ അങ്ങനെ ആയേക്കാം. ഈ ആയേക്കാം എന്നുള്ള അർത്ഥം ആ അന്നിന് ശേഷം വരുന്ന ആ ക്രിയയോട് കൂടിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതുവരെ പറഞ്ഞതിന് ശേഷമാണ് ഈ അസ എന്നുള്ളതിൻ്റെ അർത്ഥം ചേർത്ത് പറയാൻ പറ്റുള്ളൂ. റബ്ബുഹു, റബ്ബുഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ റബ്ബ്. റബ്ബ് രക്ഷിതാവ്, നാഥൻ. റബ്ബുഹു അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ്. ഹു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാഥൻ, അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ്, അദ്ദേഹത്തിൻ്റെ റബ്ബ്. ഇൻ ത്വല്ലഖകുന്ന, ത്വല്ലഖ എന്ന് പറഞ്ഞാൽ വിവാഹമോചനം നടത്തി, വിവാഹമോചനം ചെയ്തു, ത്വലാഖ് ചെയ്തു. ത്വല്ലഖകുന്ന, കുന്ന എന്ന് പറയുമ്പോൾ നിങ്ങളെ. അപ്പോൾ ത്വല്ലഖകുന്ന, നിങ്ങളെ വിവാഹമോചനം ചെയ്തു. അതിൻ്റെ തുടക്കത്തിൽ ഇൻ എന്നുണ്ട്. ഇൻ എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ. ഇൻ ത്വല്ലഖകുന്ന, അദ്ദേഹം നിങ്ങളെ വിവാഹമോചനം ചെയ്തു എങ്കിൽ. അൻ യുബ്ദിലഹു, ഇതിനോട് കൂടിയാണ് ആ തുടക്കത്തിലുള്ള അസ എന്നുള്ളതിൻ്റെ അർത്ഥം ചേർക്കേണ്ടത്. അത് നമുക്ക് ഇതിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് പറയാം. അൻ യുബ്ദിലഹു, അബ്ദല എന്ന് പറഞ്ഞാൽ പകരം നൽകി എന്നാണ്. ബദൽ നമ്മൾ സാധാരണ പറയാറില്ലേ, ബദൽ നൽകുക. അപ്പോൾ അബ്ദല പകരം നൽകി, യുബ്ദിലു പകരം നൽകും. യുബ്ദിലുഹു, അദ്ദേഹത്തിന് പകരം നൽകും. അതിനു മുമ്പിൽ അൻ വരുമ്പോൾ യുബ്ദിലു എന്നുള്ളത് യുബ്ദില എന്നാവും. അൻ യുബ്ദിലഹു, അദ്ദേഹത്തിന് പകരം നൽകൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പകരം നൽകുക എന്നുള്ളത്. ആ ഒരു അൻ വരുമ്പോൾ അദ്ദേഹത്തിന് പകരം നൽകൽ എന്നുള്ള രൂപത്തിൽ അർത്ഥം കൊടുക്കാം. ഇതിൻ്റെ കൂടെ ആ തുടക്കത്തിലുള്ള അസ എന്നുള്ളതിൻ്റെ അർത്ഥം ഒന്ന് ചേർത്ത് നോക്കൂ. അങ്ങനെ ആയേക്കാം. അപ്പോൾ അദ്ദേഹത്തിന് പകരം നൽകിയേക്കാം. അസ അൻ യുബ്ദിലഹു എന്നാണ് ചേർത്ത് പറയേണ്ടത്. അദ്ദേഹത്തിന് പകരം നൽകിയേക്കാം. അതിൻ്റെ ഇടയിൽ റബ്ബുഹു ഇൻ ത്വല്ലഖകുന്ന എന്നുണ്ട് എന്നേ ഉള്ളൂ. അസ അൻ യുബ്ദിലഹു, അദ്ദേഹത്തിന് പകരം നൽകിയേക്കാം. അപ്പോൾ അതുവരെയുള്ള ഭാഗത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ, നിങ്ങളെ അദ്ദേഹം വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ റബ്ബ് അദ്ദേഹത്തിന് പകരം നൽകിയേക്കാം. അസ്വാജൻ, ഇണകളെ. സൗജിൻ്റെ ബഹുവചനമാണല്ലോ അസ്വാജ്, ഇണകളെ. അപ്പോൾ ഒരു പുരുഷൻ്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന് ഭാര്യമാരെ എന്നുള്ള രൂപത്തിൽ പറയാം. ഭാര്യമാരെ അല്ലെങ്കിൽ ഇണകളെ, അസ്വാജൻ. ഖൈറൻ, എങ്ങനെയുള്ള ഇണകളാണ്? ഖൈറൻ, ഉത്തമരായ. മിൻകുന്ന, നിങ്ങളെക്കാൾ.
ഖൈറൻ മിൻ കുന്ന, നിങ്ങളെക്കാൾ ഉത്തമരായ, അസുവാജൻ ഖൈറൻ മിൻ കുന്ന, നിങ്ങളെക്കാൾ ഉത്തമരായ ഭാര്യമാരെ. മുസ്ലിമാത്തിൻ, അവരുടെ വിശേഷണമാണ് ഇനി പറയുന്നതൊക്കെ. മുസ്ലിമാത്ത്, മുസ്ലിമത്തുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് മുസ്ലിമാത്ത്, മുസ്ലിങ്ങളായ, അതായത് അള്ളാഹുവിന് എല്ലാം സമർപ്പിച്ച് അള്ളാഹുവിന് കീഴൊതുങ്ങി അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവരായ. മുഅ്മിനാത്തിൻ, മുഅ്മിനത്തുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് മുഅ്മിനാത്ത്, സത്യവിശ്വാസിനികളായ. മുഅ്മിനത്തുൻ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസിനി, മുഅ്മിനാത്ത് സത്യവിശ്വാസിനികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, അള്ളാഹു എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അടിയുറച്ച് വിശ്വസിക്കുന്ന സത്യവിശ്വാസിനികളായവർ. ഖാനിതാത്തിൻ, ഖാനിതത്തുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഖാനിതാത്ത്, ഭക്തകളായ, നല്ല ഭക്തിയുള്ളവരായ. തായിബാത്തിൻ, തായിബത്തുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് തായിബാത്ത്, പശ്ചാത്തപിച്ച് മടങ്ങുന്നവരായ. താപ, പശ്ചാത്തപിച്ചു, തായിബാത്ത് പശ്ചാത്തപിച്ച് മടങ്ങുന്നവർ, അപ്പോൾ പശ്ചാത്തപിച്ച് മടങ്ങുന്നവരായ സ്ത്രീകൾ. ആബിദാത്തിൻ, ആബിദത്തുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ആബിദാത്ത്, ആരാധനകൾ ചെയ്യുന്നവരായ. സായിഹാത്തിൻ, സായിഹാത്ത് എന്നുള്ളതിന് രണ്ടർത്ഥങ്ങളുണ്ട്. നോമ്പെടുക്കുന്നവരായ, വ്രതമനുഷ്ഠിക്കുന്നവരായ. മറ്റൊരർത്ഥം സഞ്ചരിക്കുന്നവരായ അല്ലെങ്കിൽ സഞ്ചാരം ചെയ്യുന്നവരായ. സയ്യിബാത്തിൻ, സയ്യിബത്ത് എന്ന് പറഞ്ഞാൽ വിധവ, സയ്യിബാത്ത് വിധവകൾ, അപ്പോൾ വിധവകളായ. വ അബ്കാറൻ, അബ്കാർ എന്ന് പറഞ്ഞാൽ കന്യകകളായ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരോട്, ഭാര്യമാരോട് പറയുകയാണ്, പ്രവാചക പത്നിമാരെ, നിങ്ങളെ അദ്ദേഹം വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ നിങ്ങളെക്കാൾ ഉത്തമരായ ഇണകളെ അദ്ദേഹത്തിൻ്റെ റബ്ബ് പകരം നൽകിയേക്കാം. അതായത് മുസ്ലിങ്ങളായ, സത്യവിശ്വാസിനികളായ, ഭക്തി കാണിക്കുന്നവരായ, പശ്ചാത്തപിച്ച് മടങ്ങുന്നവരായ, ആരാധനകൾ അർപ്പിക്കുന്നവരായ, നോമ്പ് നോൽക്കുന്നവരായ, വിധവകളും കന്യകകളുമായ സ്ത്രീകളെ, അങ്ങനെയുള്ളവരെ അള്ളാഹു പകരം നൽകിയേക്കാം. ഇതാണ് ഈ ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. ഇവിടെ അള്ളാഹു പറയുന്ന കാര്യം കുറച്ചൊരു കർശനമായ രൂപത്തിൽ, കാഠിന്യമുള്ള രൂപത്തിലുള്ളൊരു താക്കീതാണ്. നോക്കൂ നിങ്ങൾ, കഴിഞ്ഞ ആയത്തിൽ ഇതിന് തൊട്ട് മുമ്പത്തെ ആയത്തിൽ 2 പേരോടുള്ള സംസാരമായിരുന്നു. നിങ്ങൾ 2 പേരും എന്നുള്ള രൂപത്തിലാണ് അവിടെ പറഞ്ഞത്, അല്ലേ? ആ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കി, നിങ്ങൾ 2 പേരും തൗബ ചെയ്യണം, പശ്ചാത്തപിച്ച് മടങ്ങണം എന്നുള്ള രൂപത്തിലൊക്കെയാണ് പറഞ്ഞത്. അതാണ് ഏറ്റവും നിങ്ങൾക്ക് ഉത്തമം, കാരണം നിങ്ങൾ നേർവഴിയിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. ഇനി നിങ്ങളെങ്ങാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുകയോ പിന്തുണ നൽകുകയോ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷകനാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. മാത്രമല്ല മറ്റെല്ലാവരും, സത്യവിശ്വാസികളും മലക്കുകളും ജിബ്രീലും എല്ലാം അദ്ദേഹത്തിന് പിന്തുണ നൽകും എന്നുള്ള കാര്യമൊക്കെ അവിടെ പറഞ്ഞു. ഈ ഒരു ആയത്തിൽ പക്ഷേ 2 പേരോടുള്ള അഭിസംബോധനയല്ല, എല്ലാവരോടും കൂടിയാണ്, എല്ലാ പത്നിമാരോടും കൂടിയാണ്, എല്ലാ ഭാര്യമാരോടും കൂടിയാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2 രൂപത്തിൽ അതിനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഒന്നുകിൽ ഈ പറയുന്ന കാര്യം എല്ലാ ഭാര്യമാർക്കും കൂടെയുള്ള നിർദ്ദേശങ്ങളാണ്. അതായത് ഈ ഒരു വിഷയത്തിൽ തൊട്ട് മുമ്പത്തെ ആയത്തുകളിലൊക്കെ പറഞ്ഞ ആ ഒരു തേൻ കുടിച്ച ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല, അല്ലാത്ത പല കാര്യങ്ങളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചില മാനസികമായ വിഷമങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഭാര്യമാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ചില മാനസികമായ വിഷമങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും കൂടെയുള്ള, എല്ലാ ഭാര്യമാർക്കും കൂടെയുള്ള പൊതുവായ ഒരു നിർദ്ദേശമാണ് ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കാം. രണ്ടാമതൊരു കാര്യം, തൊട്ട് മുമ്പത്തെ ആയത്തിലൊക്കെ 2 പേരെ എടുത്തു പറഞ്ഞിട്ട് അവർ 2 പേരും തൗബ ചെയ്യണം എന്നുള്ള രൂപത്തിലൊക്കെ ആ 2 പേരെ തന്നെ എടുത്തു പറഞ്ഞു. എന്നാൽ ഈ ഒരു ആയത്തിൽ പറഞ്ഞത് കുറച്ചുകൂടെ കാഠിന്യമുള്ള, ഗൗരവമുള്ള, കുറച്ച് കർശനമായ രൂപത്തിലുള്ള താക്കീതാണ്. അങ്ങനെ പറയുന്ന സമയത്ത് ആ 2 പേരോട് മാത്രമല്ലാതെ അത് പൊതുവാക്കി പറഞ്ഞു. ഉദ്ദേശം ആ 2 പേരോടാണെങ്കിലും അത് പൊതുവാക്കി പറഞ്ഞു. ഇപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും ക്ലാസ്സിൽ കുട്ടികൾ ഏതെങ്കിലും തരത്തിൽ കുട്ടികളുടെ അടുത്ത് വല്ല അപാകതയും സംഭവിച്ചു പോയാൽ ആ ക്ലാസ്സിൽ എല്ലാവരോടും ഒന്നിച്ച് കാര്യങ്ങൾ പറയും.
പറയുന്നത് ശരിക്കും ആ 2 പേരോടാണെങ്കിലും അല്ലെങ്കിൽ ആ തെറ്റ് ചെയ്ത കുട്ടിയോടാണെങ്കിലും ആ കുട്ടിക്കൊരു വലിയ വിഷമം ഉണ്ടാവണ്ട എന്നുള്ള രൂപത്തിൽ ക്ലാസ്സിൽ പൊതുവായിട്ട് അതിനെക്കുറിച്ച് പറയും. ഇനി ആ രൂപത്തിൽ ആരും ചെയ്തു പോകരുത് എന്നുള്ള രൂപത്തിലൊക്കെ എല്ലാവരോടും കൂടെ പറയും. ആ കുട്ടിയെ മാത്രം വിളിച്ച് പറയുമ്പോൾ ആ കുട്ടി മാത്രം ഒരു കുറ്റക്കാരനായിട്ട് മാനസികമായ വിഷമം ഉണ്ടാവും. അതില്ലാതിരിക്കാൻ പൊതുവായിട്ട് ക്ലാസ്സിൽ അത്തരം കാര്യങ്ങളൊന്നും ആരും ചെയ്യരുത് എന്നുള്ള രൂപത്തിൽ പറയും. അങ്ങനെയുള്ള ഒരു അഭിസംബോധനയും അയക്കാം. ഏതായാലും ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ തലാക്ക് ചെയ്യുകയാണെങ്കിൽ, വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ അള്ളാഹു ഇപ്പോൾ ഉള്ള ആ ഭാര്യമാരേക്കാൾ ഉത്തമരായ ഭാര്യമാരെ അള്ളാഹു അദ്ദേഹത്തിന് നൽകും. എന്നിട്ട് അവരുടെ ഗുണവിശേഷണങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഉത്തമരായ ഭാര്യമാർക്കുണ്ടായിരിക്കേണ്ട ഗുണവിശേഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അവർ മുസ്ലിമാത്തായിരിക്കും, മുഅ്മിനാത്തായിരിക്കും. ഈ മുസ്ലിം, മുഅ്മിൻ ഇത് രണ്ടും ഏറെക്കുറെ ഒരേ കാര്യം തന്നെയാണ്. പക്ഷേ രണ്ടും ഒരേ സ്ഥലത്ത് വേറെ വേറെ പദങ്ങളായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ചില വ്യത്യാസങ്ങൾ പല ഖുർആൻ വ്യാഖ്യാതാക്കളും സൂചിപ്പിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ മുസ്ലിം എന്ന് പറഞ്ഞാലും മുഅ്മിൻ എന്ന് പറഞ്ഞാലും ഒക്കെ ഏകദേശം ഒരേ ആശയം തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൽ കീഴൊതുങ്ങി അള്ളാഹു പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾ, അതാണ് മുസ്ലിം അല്ലെങ്കിൽ മുഅ്മിൻ എന്നൊക്കെ പറഞ്ഞാൽ. എന്നാൽ ഇത് രണ്ടും അടുത്തടുത്തായിട്ട് ഒരേ വാചകത്തിൽ ഇത് രണ്ടും വരുമ്പോൾ എന്താണ് ഇവ തമ്മിലുള്ള അർത്ഥവ്യത്യാസം? അതിന് പല അഭിപ്രായങ്ങളുണ്ട്. ഒരു അഭിപ്രായം, മുസ്ലിം എന്ന് പറയുമ്പോൾ പരിപൂർണമായിട്ടും അള്ളാഹുവിൽ കീഴൊതുങ്ങി അള്ളാഹു പറഞ്ഞ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് കർമ്മങ്ങളൊക്കെ ചെയ്ത് ആ രൂപത്തിൽ അള്ളാഹുവിനെ അനുസരിച്ച് അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കുന്ന ആൾ, അതാണ് മുസ്ലിം. മുഅ്മിൻ എന്ന് പറയുമ്പോൾ അള്ളാഹു പറഞ്ഞ എല്ലാ കാര്യങ്ങളും അടിയുറച്ച് വിശ്വസിക്കുന്ന, എല്ലാ കാര്യങ്ങളിലും വിശ്വാസം അടിയുറച്ച ആൾ. അപ്പോൾ ഇത് രണ്ടും വേണം. അത് രണ്ടും കൂടെ കൂടുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുക എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ചില വ്യാഖ്യാനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും മുസ്ലിം എന്ന് പറഞ്ഞാൽ അത് പൊതുവായിട്ട് പറയുന്നൊരു പേരാണ്. അള്ളാഹു ഉണ്ട്, പരലോകമുണ്ട് എന്നൊക്കെ അറിഞ്ഞ് അതൊക്കെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മുസ്ലിം എന്ന് പറയാം. പക്ഷേ എല്ലാ മുസ്ലിങ്ങളും സ്വർഗത്തിലേക്ക് പോകില്ല. കാരണം അങ്ങനെയൊക്കെ അള്ളാഹു ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ആളുകളും അള്ളാഹു പറഞ്ഞ രൂപത്തിൽ തന്നെ ജീവിക്കുന്നില്ലല്ലോ. അപ്പോൾ അള്ളാഹു പറഞ്ഞ രൂപത്തിൽ ജീവിക്കുക കൂടെ ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തെ മുഅ്മിൻ എന്ന് പറയുള്ളൂ എന്ന രൂപത്തിൽ മറ്റ് ചില വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ മുഅ്മിൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിലേക്ക് എന്തായാലും പോവാം. പക്ഷേ മുസ്ലിം ആണെങ്കിൽ എല്ലാ മുസ്ലിങ്ങളും സ്വർഗത്തിലേക്ക് പോവില്ല. മുസ്ലിങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ അനുഷ്ഠിക്കാതെ ജീവിക്കുന്ന മുസ്ലിങ്ങളുണ്ടാവും. സാധാരണ പറയാറില്ലേ പ്രാക്ടീസിങ് മുസ്ലിം എന്നൊക്കെ. അപ്പോൾ മുസ്ലിമാണ്, പക്ഷേ അദ്ദേഹം കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല, അള്ളാഹു പറഞ്ഞ രൂപത്തിൽ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ആളെയും മുസ്ലിം എന്ന് പറയും. പക്ഷേ അദ്ദേഹം യഥാർത്ഥത്തിൽ മുഅ്മിൻ അല്ല എന്ന രൂപത്തിൽ, ആ രൂപത്തിലൊക്കെ വ്യത്യസ്തമായ രൂപത്തിലുള്ള വിശദീകരണങ്ങൾ ഈ രണ്ട് പദങ്ങൾക്കും കൊടുത്തായിട്ട് കാണാൻ സാധിക്കും. അള്ളാഹു ആലം. ഏതായാലും അള്ളാഹു ഇവിടെ ഇത് രണ്ടും അടുത്തടുത്ത് തന്നെ ഉപയോഗിച്ചതുകൊണ്ട് പിന്നെ അവിടെ ഒരു സംശയത്തിനിടയില്ല. അവർ മുസ്ലിം ആയിരിക്കും, മുഅ്മിനായിരിക്കും എന്ന് പറഞ്ഞാൽ അവർ അടിയുറച്ച് വിശ്വസിക്കുകയും ആ രൂപത്തിൽ കർമ്മങ്ങളെല്ലാം ചെയ്ത് അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് കൊണ്ട് ജീവിക്കുക കൂടി ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ മുസ്ലിമാത്ത്, മുഅ്മിനാത്ത്. പിന്നെ ഖാനിത്താത്ത്, അവർ ഭക്തകളായിരിക്കും, നല്ല ഭക്തിയുള്ളവരായിരിക്കും. തായിബാത്ത്, പശ്ചാത്തപിക്കുന്നവരായിരിക്കും. എന്നെങ്കിലും ഒരിക്കൽ പശ്ചാത്തപിക്കുന്നവർ എന്നല്ല, പശ്ചാത്താപം സ്ഥിരമായിട്ട് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ. എപ്പോഴും നമ്മുടെ അടുത്ത് അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയേക്കാം, അതുകൊണ്ട് പശ്ചാത്താപം വർദ്ധിപ്പിക്കുക, പശ്ചാത്തപിച്ചു കൊണ്ടിരിക്കുക. ഒരു പക്ഷേ നമ്മൾ അറിയാത്ത രൂപത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പോലും പശ്ചാത്തപിച്ചു കൊണ്ടിരിക്കുക. ആ രൂപത്തിൽ പശ്ചാത്തപിച്ചു കൊണ്ടേയിരിക്കുന്നവർ, അല്ലാതെ എന്തെങ്കിലും എപ്പോഴെങ്കിലും പശ്ചാത്തപിക്കുന്ന ആളുകളല്ല. അത് സ്ഥിരമായിട്ട് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിയ ആളുകൾ. ആബിദാത്തിൻ, ആരാധനകൾ അർപ്പിക്കുന്ന ആളുകൾ. അതും എന്നെങ്കിലും ഏതെങ്കിലും ഒരു ആരാധനയല്ല, അള്ളാഹു പറഞ്ഞ ആരാധനാ കർമ്മങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകൾ. സായിഹാത്തിൻ, വ്രതമനുഷ്ഠിക്കുന്ന, നോമ്പെടുക്കുന്ന ആളുകൾ. നോമ്പെടുക്കുക എന്ന് പറയുമ്പോൾ അതിന് കുറച്ചും കൂടെ ആഴത്തിലുള്ള അർത്ഥമുണ്ട്. എന്താണത്? അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങൾ പോലും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഒഴിവാക്കാൻ തയ്യാറാവുക. ഹലാൽ തന്നെയാണ്, പക്ഷേ അള്ളാഹു പറഞ്ഞ കാരണം കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അതിനെ ഒഴിവാക്കാൻ തയ്യാറാവുക.
നോമ്പിൽ നമ്മൾ അതാണല്ലോ ചെയ്യുന്നത്. നോമ്പെടുക്കുന്ന സമയത്ത് പകൽ സമയങ്ങളിൽ വെള്ളം സാധാരണഗതിയിൽ ഹലാലായൊരു കാര്യമാണ് വെള്ളം കുടിക്കൽ. പക്ഷേ അള്ളാഹു പറഞ്ഞ കാരണം കൊണ്ട് ആ ഹലാലായ സംഗതിയെ പോലും നമ്മൾ കുടിക്കുന്നില്ല, നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ആ തരത്തിൽ അള്ളാഹുവിന് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറുള്ളവർ എന്നൊരർത്ഥം ആ തരത്തിലുണ്ട്. ഒരു സാധാരണ നമ്മൾ പെട്ടെന്നങ്ങ് പറഞ്ഞു പോകുമ്പോൾ നോമ്പെടുക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം കുറച്ച് ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹ്ക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറുള്ളവർ. ആ ഒരു പദത്തിന് സഞ്ചരിക്കുന്നവർ എന്നർത്ഥമുണ്ട്. സഞ്ചരിക്കുന്നവർ എന്നർത്ഥം കൊടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ പോകാൻ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ പോകാൻ തയ്യാറുള്ളവർ. സയ്യിബാത്തിൻ, ഇനി ആ കൂട്ടത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉള്ളവരിൽ സയ്യിബാത്തിൻ വ അബ്കാറ, വിധവകളും അതുപോലെ തന്നെ കന്യകകളും ഉണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞ ഈ ഗുണങ്ങളൊക്കെയുള്ള ആളുകൾ അത് കന്യകകളാവാം, വിധവകളാവാം. ഈ രൂപത്തിലൊക്കെയുള്ള സ്ത്രീകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ശരിക്ക് അതൊരു ശക്തമായ താക്കീതാണല്ലേ. നിങ്ങളെങ്ങാനും അദ്ദേഹം വിവാഹമോചനം ചെയ്താൽ എന്ന് പറയുമ്പോൾ അതൊരു കുറച്ച് കാഠിന്യമുള്ളൊരു വാക്കാണ്. നിങ്ങളെ വിവാഹമോചനം ചെയ്താൽ എന്നൊക്കെ പറയുമ്പോൾ ആ വിവാഹമോചനത്തിലേക്കൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ ഏത് വരെ എത്തണം? അപ്പം അങ്ങനെയെങ്ങാനും അദ്ദേഹം ചെയ്താൽ പകരത്തിന് അള്ളാഹു നിങ്ങളെക്കാൾ നല്ലവരായ ഉത്തമരായ ഭാര്യമാരെ അള്ളാഹു നൽകും എന്നാണ് അവിടെ പറഞ്ഞത്. അത് കുറച്ചൊരു കാഠിന്യമുള്ള ഒരു താക്കീതാണ്. ആ ഒരു താക്കീത് ഈ ഒരു കാര്യത്തിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരാകുമ്പോൾ അവർ ചെറിയ കാര്യങ്ങൾ പോലും അത്രയധികം ശ്രദ്ധിക്കണം. കാരണം അവരെയൊക്കെ മറ്റുള്ള ആളുകൾ മാതൃകളാക്കുന്നതാണ്. അതുകൊണ്ട് ചെറിയൊരു കാര്യം പോലും അള്ളാഹു അവരെയൊക്കെ തിരുത്തും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ അടുത്ത് വന്നാലും അതൊക്കെ അള്ളാഹു അവർക്ക് തിരുത്തി കൊടുക്കും, അല്ലെങ്കിൽ അവരോട് തിരുത്താൻ വേണ്ടി കൽപ്പിക്കും. കാരണം അവരെ മറ്റുള്ള ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. മറ്റുള്ള ആളുകൾ അവർ ചെയ്യുന്നത് നോക്കിയിട്ടാണ്, അവരെ മാതൃകയാക്കിയിട്ടാണ് മറ്റുള്ള ആളുകൾ ചെയ്യുക. അതുകൊണ്ട് ചെറിയ ഒരു തെറ്റ് പോലും ഗുരുതരമായ രൂപത്തിൽ, ഗൗരവമുള്ള രൂപത്തിൽ അള്ളാഹു അവിടെ എടുത്ത് അവർക്ക് പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ആയത്തിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട് ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ എടുത്തു കാണിച്ചിട്ടുള്ള ഒരു കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഭാര്യമാരുടെ അടുത്ത് നിന്ന് ചില പ്രശ്നങ്ങൾ, ചില പ്രയാസങ്ങളൊക്കെ വന്ന ഒരു സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അവരോട്, ആ ഭാര്യമാരോട് പോയിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിഷമിപ്പിക്കരുത്, പ്രയാസപ്പെടുത്തരുത്. അദ്ദേഹത്തിന് ഒരുപക്ഷെ നിങ്ങളെ വിവാഹമോചനം ചെയ്ത് മറ്റ് ഭാര്യമാരെ വേണമെങ്കിൽ അദ്ദേഹത്തിന് കിട്ടും എന്ന രൂപത്തിലൊക്കെ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഭാര്യമാരുടെ കൂട്ടത്തിൽ ഒരാൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ചു ചോദിച്ചിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറയാൻ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ മതിയല്ലോ, എന്തിനാണ് നിങ്ങളിത് ഞങ്ങളോട് പറയുന്നത് എന്ന രൂപത്തിൽ, എന്ന അർത്ഥത്തിൽ ആ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ച് ചോദിച്ചിട്ടുണ്ട്. അതോടുകൂടി ഉമർ റളിയല്ലാഹു അൻഹു അവരോട് ആ കാര്യങ്ങൾ പറയൽ നിർത്തി. പക്ഷേ ഈ ഒരു വിഷയമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തത്. അതായത് നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്തുകയാണെങ്കിൽ, നിങ്ങളെ അദ്ദേഹം വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ പകരം നിങ്ങളെക്കാൾ ഉത്തമരായ ഭാര്യമാരെ അള്ളാഹു അദ്ദേഹത്തിന് പകരം കൊടുക്കും എന്ന ഒരു താക്കീതിൻ്റെ സ്വരത്തിൽ അള്ളാഹു അവരോട് കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ വളരെയധികം തിരക്കുള്ള, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട, എല്ലാവർക്കും മാതൃകയാക്കേണ്ട, എല്ലാ തരത്തിലും സൽസ്വഭാവത്തിൻ്റെ ഉടമയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ആ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ ഈ ഭാര്യമാരുടെ അടുത്തുനിന്ന് വരുന്ന ഇത്തരം സ്നേഹം കൊണ്ടാണെങ്കിലും അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിന് ഒരു വിഷമമായി മാറുമ്പോൾ അതൊരു വലിയ വിഷമമായിട്ട് മാറും. അതുകൊണ്ട് ആ രൂപത്തിൽ അദ്ദേഹത്തെ പ്രയാസപ്പെടുത്താൻ പാടില്ല എന്നുള്ള ഒരു കാര്യം അവരെ ഉണർത്തുക കൂടിയാണ് ഈ ആയത്തിലൂടെ. ഇനി നമുക്ക് ഈ ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. ഒരല്പം അധികം പാരായണ നിയമങ്ങൾ വരുന്നൊരായത്ത് കൂടിയാണിത്. അസാ റബ്ബുഹു, റബ്ബുഹു എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഹ ഉലമീറാണ്. ഹ ഉലമീർ കണ്ടാൽ അതിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹറക്കത്ത് ഉണ്ടെങ്കിലാണ് നമ്മൾ നീട്ടുക. എവിടെയെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും ഹറക്കത്ത് ഇല്ലെങ്കിൽ നീട്ടാൻ പാടില്ല. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ട് ഭാഗത്തും അതിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹറക്കത്തുണ്ട്. അതുകൊണ്ട് അതിനെ നീട്ടണം എന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷേ ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ, ശേഷം വരുന്ന അക്ഷരം ഹംസയാണ്. ഇൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസയാണല്ലോ.
അപ്പോൾ റബ്ബുഹു എന്നുള്ള ഹ ഉലമീറിന് ശേഷം വരുന്ന അക്ഷരം ഹംസയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ആ ഹ ഉലമീറിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹരക്കത്തുണ്ട് എന്ന് മാത്രമല്ല, ശേഷം വരുന്ന അക്ഷരം ഹംസ കൂടിയാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആ ഹ ഉലമീറിനെ 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്. നിർബന്ധമല്ല, അത്ര വരെ വേണമെങ്കിൽ നീട്ടാം. അതിനെ മദ്ദുസിലത്തുൽ കുബ്ര അല്ലെങ്കിൽ മദ്ദുസിലത്തു ത്വവീല എന്നാണ് പറയാം. അപ്പോൾ റബ്ബുഹു ഒരു 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ അവിടെ നീട്ടാം. അതിനെ സൂചിപ്പിക്കാനാണ് ആ മുകൾ ഭാഗത്ത് ആ ഒരു ദൈർഘ്യത്തിൻ്റെ ആ മദ്ദിൻ്റെ ഒരു അടയാളം കൊടുത്തിട്ടുള്ളത്. ഇൻ തൊല്ലക്ക കുന്ന, അവിടെ ത്വാഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു. ഇഖ്ഫാ ചെയ്യണം, മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം. അപ്പോൾ ഇൻ എന്ന് വെളിവാക്കാൻ പാടില്ല. ഇൻ തൊല്ലക്ക കുന്ന, കുന്ന എന്നുള്ളിടത്ത് നൂനിൻ്റെ ഷദ് മണിക്കണം. ഐ യുബ്ദിലഹു, അവിടെ യാഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു. ആ നൂനിനെ യായിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ ഐ യുബ്ദില, യുബ്ദില എന്നുള്ളിടത്ത് ബാഇന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം അല്ലെങ്കിൽ വെളിവാക്കി പറയണം. ബ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. ഐ യുബ്ദിലഹു, യുബ്ദിലഹു എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഹ ഉലമീർ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ഈ ഹ ഉലമീറിൻ്റെയും മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടെന്ന് മാത്രമല്ല, ശേഷം വരുന്നത് ഹംസയാണ്. അതുകൊണ്ട് ഇതിനെയും 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. അപ്പോൾ യുബ്ദിലഹു അതിനെ സൂചിപ്പിക്കാനാണ് ആ ഒരു ദൈർഘ്യം മുകളിലിട്ടത്. അങ്ങനെ ശേഷം ഹംസ വരാത്ത സന്ദർഭങ്ങളാണെങ്കിൽ, അതായത് ഹ ഉലമീറിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്, പക്ഷേ ശേഷം വന്ന അക്ഷരം ഹംസ അല്ല എന്നിരിക്കുക. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആ മുകളിലുള്ള വര ഉണ്ടാവില്ല, ആ നീട്ടാനുള്ള ഒരു വാവ് അതാ ഉണ്ടാവുള്ളൂ. ഹി ആണെങ്കിൽ യാഇൻ്റെ കഷ്ണം ഉണ്ടാവും. അസ്വാജൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീനാണ്. ശേഷം വരുന്ന അക്ഷരം ഖൈറൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹ ആണ്. അപ്പോൾ അസ്വാജൻ, ആ തൻവീന് ശേഷം ഹ വന്നു. അങ്ങനെ വരുമ്പോൾ ആ തൻവീനെ ഇൽഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. അസ്വാജൻ, എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അത്തരം സന്ദർഭങ്ങളിൽ, ഇൽഹാറിൻ്റെ സന്ദർഭങ്ങളിൽ ഫതഹ് തൻവീനും കസ്ർ തൻവീനും ഒക്കെ എഴുതുമ്പോൾ ആ 2 വരകൾ ഒന്നൊന്നിൻ്റെ താഴെ കൃത്യമാക്കിയിട്ടാണ് എഴുതിയിട്ടുണ്ടാവുക. അത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ അവിടെ ഇൽഹാറാണ്. ഇൽഹാറല്ലാത്ത മറ്റെല്ലാ സന്ദർഭങ്ങളിലും ഫതഹ് തൻവീനും കസ്ർ തൻവീനും എഴുതുമ്പോൾ ആ 2 വരകൾ കുറച്ച് തെറ്റിച്ചിട്ടാണ് എഴുതുക. ശരി, ഖൈറൻ മിൻകുന്ന, ഖൈറൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീനാണ്. അവിടെ ആ വരകൾ നോക്കൂ, കുറച്ച് തെറ്റിച്ചിട്ടല്ലേ, അപ്പോൾ അവിടെ ഇൽഹാറല്ല എന്ന് ഉറപ്പിക്കാം. പിന്നെ എന്താണ് അവിടുത്തെ നിയമം, അത് നോക്കിയിട്ട് പറയണം. ഖൈറൻ എന്നുള്ളിടത്ത് തൻവീന് ശേഷം മീമാണ് വന്നത്. അപ്പോൾ മീമിൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ആ തൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ ഖൈറം മിൻകുന്ന, ഖൈറം മിൻകുന്ന. ഇനി മിൻകുന്ന എന്നുള്ളിടത്ത് കാഫിൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു. ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ മിൻകുന്ന. കുന്ന എന്നുള്ളിടത്ത് നൂനിൻ്റെ ഷദ് മണിക്കുക. മുസ്ലിമാത്തിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീനാണ്, ശേഷം മീമാണ്. ആ തൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ മുസ്ലിമാത്തിൻ മുഅ്മിനാത്തിൻ. മുഅ്മിനാത്തിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീനാണ്, ശേഷം ഖാഫാണ്. അവിടെ ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ മുഅ്മിനാത്തിൻ ഖാനിതാത്തിൻ. ഖാനിതാത്തിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന്, ശേഷം ത ആണ്. അവിടെയും ഇഖ്ഫാ. അപ്പോൾ ഖാനിതാത്തിൻ താഇബാത്തിൻ. താഇബാത്തിൻ എന്ന് പറയുമ്പോൾ താ എന്നുള്ള നീട്ടലിന് ശേഷം ഹംസ വന്നു. മദ്ദും ഹംസയും, അതായത് മദ് എന്ന് പറഞ്ഞാൽ നീട്ടലും ഹംസയും അടുത്തടുത്താണെന്ന് മാത്രമല്ല ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ്. അങ്ങനെയാകുമ്പോൾ നിർബന്ധമാണ് 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടൽ. അതിനെ മദ് മുത്തസിൽ എന്നാണ് പറയുക. അപ്പോൾ അവിടെ താഇബാത്തിൻ, താഇബാത്തിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന്, ശേഷം ഐനാണ്. ആബിദാത്ത് എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള ഐന്. അങ്ങനെ വരുമ്പോൾ, അതായത് തൻവീന് ശേഷം ഐന് വന്നാൽ ആ തൻവീനിനെ ഇൽഹാർ ചെയ്യണം. അവിടെ ആ തൻവീൻ എഴുതി നോക്കൂ, കസ്ർ തൻവീന് 2 വരകളും ഒന്നൊന്നിൻ്റെ താഴെ ആയിരിക്കും. അപ്പോൾ തന്നെ മനസ്സിലാക്കാം അവിടെ ഇൽഹാറാണ് വേണ്ടത്. അപ്പോൾ താഇബാത്തിൻ ആബിദ്, അവിടെ തിൻ, എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. താഇബാത്തിൻ ആബിദാത്ത്. ആബിദാത്തിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന്, ശേഷം സീനാണ്. അവിടെ ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ ആബിദാത്തിൻ സാഇഹാത്ത്. അവിടെ സാഇഹാത്തിൻ എന്ന് പറയുമ്പോൾ സാ എന്നുള്ള മദ് നീട്ടൽ, അതിനുശേഷം ഹംസ. അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു ഒരേ പദത്തിൽ. നിർബന്ധമായും 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം. മദ് മുത്തസിൽ. അപ്പോൾ സാഇഹാത്തിൻ. സാഇഹാത്തിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന്, ശേഷം സാ ആണ്. സാഇൻ്റെ മുമ്പ് തൻവീന് വരുമ്പോൾ ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ സാഇഹാത്തിൻ സയ്യിബാത്ത്. സയ്യിബാത്ത് എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീനാണ്, ശേഷം വാവാണ്. ആ തൻവീനിനെ വാവിലേക്ക് ലയിപ്പിക്കണം, മണിക്കണം. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ സയ്യിബാത്തിൻ വ അബ്കാറ. അബ്, ബാഇന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരം എടുത്ത് പറയണം. അബ്.
അബ്കാറ, അവിടെ അബ്കാറൻ എന്നാണ് ശരിക്ക്. ആ ഫത്ത് തൻവീനിലാണ് അവസാനിക്കുന്നത്. ഫത്ത് തൻവീനിൽ ഒരു പാരായണം അവസാനിക്കുന്ന സ്ഥലത്ത് നമ്മൾ അവിടെ നിർത്തുമ്പോൾ അവിടെ ഫത്ഹാക്കിയിട്ട് രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. മദ് അഴിവല് എന്നാണ് അതിന് പറയാം. അപ്പോൾ അബ്കാറൻ എന്നല്ല, അബ്കാറോ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിർത്തുക. നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അസാ റബ്ബുഹു ഇൻ ത്വല്ലഖകുന്ന അൻ യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻകുന്ന മുസ്ലിമാത്തിൻ മുഅ്മിനാത്തിൻ ഖാനിതാത്തിൻ തായിബാത്തിൻ ആബിദാത്തിൻ സായിഹാത്തിൻ സയ്യിബാത്തിൻ വഅബ്കാറാ. ഗ്രാമർ നോക്കുകയാണെങ്കിൽ അസാ റബ്ബുഹു, റബ്ബുഹു എന്നെടുക്കുമ്പോൾ റബ്ബ് എന്നുള്ളതിനെ ഹു എന്നുള്ളതിലേക്ക് ചേർത്തു. അപ്പോൾ ഹു എന്നുള്ളത് മുലാഫിനിലേഹിയാണ്. ആ മുലാഫിനിലേഹിക്ക് ജറാണ് സാധാരണ കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് ജറിൻ്റെ സാധാരണ ഉള്ള അടയാളമായിട്ടുള്ള കെസറിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല, അത് മബിനിയാണ്. അതുകൊണ്ട് അവിടെ ഹു എന്ന് തന്നെ എഴുതാനേ പറ്റുള്ളൂ. അത് ജറിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. ഇൻ ത്വല്ലഖകുന്ന ഐ യുബ്ദിലഹു, അൻ എന്ന് വന്നതുകൊണ്ടാണ് യുബ്ദില എന്നായത്. അൻ, ലൻ, ഇസൻ, കൈ പോലെയുള്ള പദങ്ങളൊക്കെ വന്നാൽ അതിന് ശേഷം വരുന്ന മുലാരി ആയിട്ടുള്ള ക്രിയക്ക് നെസ്ബ് കിട്ടും. സാധാരണ ഫത്ത് കൊണ്ടാണല്ലോ ആ നെസ്ബിനെ സൂചിപ്പിക്കുക. അപ്പോൾ യുബ്ദിലു എന്നുള്ളത് യുബ്ദില എന്നായി, അൻ വന്നതുകൊണ്ടാണ് അങ്ങനെ മാറിയത്. യുബ്ദിലഹു, അദ്ദേഹത്തിന് പകരം നൽകും. ആരെ? അസ്വാജൻ, ഇണകളെ. അപ്പോൾ അസ്വാജൻ എന്നുള്ളത് ഒബ്ജക്റ്റാണ്, അല്ലെങ്കിൽ മഫൂലും ബിഹിയാണ്, അല്ലെങ്കിൽ കർമ്മമാണ്. അതുകൊണ്ടാണ് അസ്വാജൻ ഫത്ത് തൻവീനിട്ടത്, നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മഫൂലും ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് അസ്വാജൻ എന്നെഴുതിയത്. ഇനി ആ അസ്വാജൻ എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് ഖൈറൻ. എങ്ങനെയുള്ള ഇണകളാണ്? ഖൈറൻ, ഉത്തമരായ. അപ്പോൾ അസ്വാജൻ എന്നെങ്ങനെയാണോ എഴുതിയത് അതുപോലെ തന്നെയാണ് അതിൻ്റെ സിഫത്തും എഴുതേണ്ടത്. അതുകൊണ്ടാണ് ഖൈറൻ എന്നെഴുതിയത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആ സയ്യിബാത്ത് വരെ ഈ ഒരു അസ്വാജിൻ്റെ വിശേഷണങ്ങളാണ് എണ്ണി എണ്ണി പറയുന്നത്. അപ്പോൾ അസ്വാജ് എന്നുള്ളതിൻ്റെ ഒരു വിശേഷണം പറഞ്ഞു, ഖൈറൻ. ഇനി അടുത്ത വിശേഷണം പറയാണ് മുസ്ലിമാത്ത്. അപ്പോൾ മുസ്ലിമാത്തിൻ എന്നാണ് എഴുതിയത്. നമ്മൾ പറഞ്ഞു സിഫത്ത് എഴുതുമ്പോൾ അല്ലെങ്കിൽ വിശേഷണം പറയുമ്പോൾ രണ്ടിനും ഒരേ രൂപം കിട്ടണം. അപ്പോൾ അസ്വാജൻ എന്നുള്ളതിന് നെസ്ബാണ്. എന്തുകൊണ്ട് മുസ്ലിമാത്തൻ എന്നെഴുതിയില്ല? അതിൻ്റെ കാരണം ഈ ജംഅ് മുഅന്നസ് സാലിം എന്ന് പറയും. അതായത് അലിഫും തായിലും അവസാനിക്കുന്ന സ്ത്രീലിംഗ ബഹുവചന നാമങ്ങൾ, ആത്തിൻ അല്ലെങ്കിൽ ആത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനിക്കുന്ന അത്തരം ബഹുവചന സ്ത്രീലിംഗ നാമങ്ങളെയാണ് ജംഅ് മുഅന്നസ് സാലിം എന്ന് പറയും. അങ്ങനെയുള്ള ജംഅ് മുഅന്നസ് സാലിമുകൾ വന്നു കഴിഞ്ഞാൽ അതിന് നെസ്ബ് കൊടുക്കേണ്ട സന്ദർഭം വന്നാലും ജറ് കൊടുക്കേണ്ട സന്ദർഭം വന്നാലും ഇങ്ങനെ ആത്തിൻ അല്ലെങ്കിൽ ആത്തി എന്നുള്ള രൂപത്തിലാണ് എഴുതുക. അപ്പോൾ മുസ്ലിമാത്തിൻ എന്ന് എഴുതി കഴിഞ്ഞാൽ അവിടെ നമുക്ക് തോന്നും അവിടെ ജറാണല്ലോ. അത് ജറല്ല, അത് നെസ്ബ് കൊടുക്കേണ്ട സന്ദർഭങ്ങളിലും അങ്ങനെയാണ് എഴുതുക, അതേപോലെ ജറ് കൊടുക്കേണ്ട സന്ദർഭങ്ങളിലും അങ്ങനെയാണ് എഴുതുക. അതല്ലാതെ മുസ്ലിമാത്തൻ എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു പദപ്രയോഗം ഇല്ല. അതേപോലെ മുഅ്മിനാത്തിൻ, അവിടെയും ഒക്കെ ആത്തിൻ എന്നെഴുതാൻ കാരണം അതിന് നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സാധാരണ ഫത്തഹ് കൊടുത്തിട്ട് നമ്മൾ പറയുന്ന അതേ കാര്യം തന്നെയാണ് ഇത്. അത് ഫത്തഹ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ ഇട്ടു എന്ന് മാത്രം, അല്ലെങ്കിൽ ഫത്തഹ് തൻവീന് പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ ഇട്ടു എന്ന് മാത്രം. ഖാനിതാത്തിൻ, തായിബാത്തിൻ, ആബിദാത്തിൻ, സായിഹാത്തിൻ, സയ്യിബാത്തിൻ, ഇതൊക്കെ നെസ്ബ് കിട്ടിയതാണ്. അതൊക്കെ ഒരു ആത്തിൻ എന്ന് കൊടുക്കാൻ കാരണം നെസ്ബ് അങ്ങനെ അതിന് കൊടുക്കാൻ പറ്റുള്ളൂ. ആത്തിൻ അല്ലെങ്കിൽ ആത്തി എന്നുള്ള രൂപത്തിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗ ബഹുവചന രൂപത്തിലുള്ള നാമങ്ങൾക്ക് നെസ്ബ് കൊടുക്കേണ്ട സന്ദർഭം വന്നാൽ ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അതിന് ആത്തൻ എന്നുള്ള രൂപത്തിൽ എഴുതാൻ കഴിയില്ല. ഇനി ആ ഒരു സയ്യിബാത്തിലേക്ക് മഅത്തൂഫ് അതിലേക്ക് ചേർത്തതാണ് അബ്കാറ എന്നുള്ളത്. വാവ് അത്ഫിൻ്റെ വാവ് അതിൻ്റെ ഇടയിൽ വന്നല്ലോ. അപ്പോൾ സയ്യിബാത്തിൻ എന്ന് കഴിഞ്ഞിട്ട് വ അബ്കാറ. അപ്പോൾ വാവ് അത്ഫിൻ്റെ വാവാണ്. ആ സയ്യിബാത്തിലേക്ക് മഅത്തൂഫ് അല്ലെങ്കിൽ ചേർത്തത് എന്ന് പറയും, അബ്കാറൻ. ഈ അബ്കാറൻ എന്നുള്ളതിന് നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അബ്കാറൻ അവസാനത്തിൽ ഫത്ത് തൻവീൻ ഇട്ടത്. അത് മഅത്തൂഫ് ആയതുകൊണ്ട് ഒരു പദത്തിനോട് മറ്റൊന്ന് മഅത്തൂഫ് ആകുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടന കിട്ടും. അപ്പോൾ ഇത് ആ ഒരു സയ്യിബാത്തിലേക്ക് ചേർക്കപ്പെട്ടതാണ്, അതായത് മഅത്തൂഫാണ് എന്ന് പറയുമ്പോൾ ഇതും ശരിക്ക് ആ ഒരു സിഫത്തിലേക്ക് തന്നെയാണ് പോവുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.